എടാ നമ്മളെപ്പോഴും പറയാറുണ്ട് സ്ട്രക്ചറൽ ഡിസൈനേഴ്സ് സ്ട്രക്ചറൽ വർക്ക് നടക്കുന്ന സമയത്ത് സൈറ്റുകൾ റെഗുലറായിട്ട് വിസിറ്റ് ചെയ്യണം എന്നുള്ളത്. ഇവ നമ്മളുടെ സ്ട്രക്ചറൽ ഡിസൈൻ ടീമാണെങ്കിൽ പോലും നമ്മൾ സൈറ്റിൽ എക്സിക്യൂഷൻ നടക്കുന്ന സമയത്ത് റെഗുലർലി നമ്മൾ ഓരോ പീരിയോഡിക്കലി എപ്പോഴും വിസിറ്റ് ചെയ്യും. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് മേക്ക് ഷുവർ ചെയ്യണം സ്ട്രക്ചറലി നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യണമെന്നുള്ളത്. ആൻഡ് മോർ ഓവർ ദാറ്റ് വൺ നമുക്ക് ഒരുപാട് ഇൻടേക്സ് ഉണ്ടാവും. നമ്മൾ മുമ്പ് ഡിസൈൻ ചെയ്ത കാര്യങ്ങളിൽ സൈറ്റിൽ പോകുമ്പോൾ സൈറ്റിൻ്റേതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല പല ഇഷ്യൂസും ഉണ്ടാവാം. ആ ഇഷ്യൂസ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഈ ഇഷ്യൂസൊക്കെ നമ്മൾ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ സോൾവ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡിസൈൻ വേറെ ആയിരിക്കും, സൈറ്റിൽ വന്നിരിക്കുന്ന സാധനങ്ങൾ വേറെ ആയിരിക്കും. ഇങ്ങനത്തെ ഇഷ്യൂസ് വരാറുണ്ട്. ഓക്കെ, സോ റീസെൻ്റായിട്ട് ഞാൻ കാലിക്കറ്റിലെ ഒരു സൈറ്റിലേക്ക് നമ്മളുടെ ടീം ഇങ്ങനെ റെഗുലറായിട്ട് വിസിറ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു, എക്സ്കവേഷൻ ചെയ്ത സമയത്തായിരുന്നു നമ്മൾ അറിഞ്ഞത് അതിൻ്റെ താഴെ കൂടി ഒരു വാട്ടർ ടേബിൾ പോകുന്നുണ്ട്. ആൻഡ് ആ വാട്ടർ ടേബിൾ എന്ന് പറഞ്ഞാൽ വളരെ ടോപ്പിലാണ് കിടക്കുന്നത്. ഓക്കെ, എക്സ്കവേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ വാട്ടർ ടേബിൾ കാണുന്നുണ്ട്. ഇതെങ്ങനെ സോൾവ് ചെയ്യും? ഇവിടെ അവർ യൂഷ്വലി എന്താ വെച്ചാൽ കിണർ കുഴിച്ചപ്പോൾ കിണർ നല്ല ഡെപ്തിലാണ് കാണുന്നത്, അവിടെ പാറ കാണുന്നുണ്ടായിരുന്നു. ബട്ട് നമ്മൾ ജസ്റ്റ് ഒരു സൈറ്റിലും ഒരു ലെറ്റ്സ് ഒരു 5 മീറ്റർ അപ്പുറത്തേക്ക് വരുമ്പോഴേക്ക് മൊത്തത്തിൽ സാധനം മാറി. സോ ഇങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ ഹൗ വി ആർ സോൾവിങ്, നമുക്ക് അവിടെ എന്താ പറയുക സാൻഡ് പൈലിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സോൾവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളുടെ ടീമിന് വളരെ വലിയൊരു ഇൻടേക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ ജസ്റ്റ് കിണറോ അല്ലെങ്കിൽ ഒരു പിറ്റ് എടുത്തു കഴിഞ്ഞാൽ പോലും നമുക്കെന്താണ് 100% ആയിട്ട് എപ്പോഴും ചെയ്യാൻ പറ്റണമെന്നില്ല. മേ ബി ഒരു 1 or 2 മീറ്റർ മാറുമ്പോൾ തന്നെ ഇഷ്യൂസ് വരാം, സോയിൽ കണ്ടീഷൻസ് മാറാം, എയർ കണ്ടീഷൻസ് മാറാം. അത് വരുമ്പോൾ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് ഈ ഒരു സൈറ്റ് വിസിറ്റ് കാരണമാണ്. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഡു സൈറ്റ് വിസിറ്റ് റെഗുലർലി. ആൻഡ് മോർ ഓവർ ഞാൻ മുംബൈയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെയും സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു ഒരു സ്ട്രക്ചറൽ ഫെയിലർ അവിടെ കണ്ടത്. സ്ട്രക്ചറൽ ഫെയിലർ ജസ്റ്റ് കണ്ടപ്പോഴാണ്, അത് സ്ട്രക്ചറൽ ഡിസൈനർ പോയിട്ട് നോക്കിയപ്പോഴാണ് അവർ മനസ്സിലാക്കിയത് അങ്ങനെ ഫെയിലർ ഉണ്ടെന്ന്. എക്സിക്യൂഷൻ ടീം എപ്പോഴും ദേ ആർ എൻഗേജ് വിത്ത് പ്രൊജക്ട് കംപ്ലീഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പം സ്ട്രക്ചറൽ ഡിസൈനേഴ്സ് പോകുമ്പോഴാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. സോ അങ്ങനത്തെ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ അത് പ്രശ്നമില്ലാതെ മാറാം. ഓക്കെ, സോ അങ്ങനെ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ സ്ട്രക്ചറൽ ഡിസൈനേഴ്സ് ഇടയ്ക്കിടയ്ക്ക് സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക. സൈറ്റിലെ പ്രൊജക്റ്റിൽ 100% കംപ്ലീഷൻ പോലെ തന്നെ സ്ട്രക്ചറൽ ഡിസൈനേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും ഈ സൈറ്റ് വിസിറ്റ് വളരെ ഉപകാരപ്പെടുന്നതാണ്.